അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. അപ്പോൾ ഇന്ന് നീണ്ട 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത് കേട്ടോ. നല്ല മടിയായിരുന്നു. മടി എന്ന് പറഞ്ഞാൽ നല്ല അസൽ മടി. സമയമുണ്ട്, എല്ലാണ്ട്, പക്ഷേ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യം നല്ല ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യില്ലേ, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇങ്ങനെ അതൊക്കെ ഒന്ന് വീണ്ടെടുത്ത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടോട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ്. അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. കാറ്റ് മാത്രമല്ല, വണ്ടികളുടെ ശബ്ദം, പല ശബ്ദങ്ങളും നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും സംഭവം. പിന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ചൂടൊക്കെ കുറഞ്ഞു, ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാനിത് 4 ഡ്രസ്സസാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. 4 മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് സെയിം ബ്രാൻഡിൻ്റെ ഡ്രസ്സസാണ്. ചില ഡ്രസ്സസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിവേ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്നതായിരിക്കും. സെയിം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിലും സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് സെയിം ബ്രാൻഡിൻ്റെ തന്നെ അവൈലബിൾ ആയിരിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സ് സൂപ്പർബാണ്. 4 ഡ്രസ്സും സൂപ്പർബാണ്. ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഡ്രസ്സാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ അപാര മണ്ടത്തരം ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റഡ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, കിടില മെറ്റീരിയലാണ്. സിന്തറ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഭയങ്കര നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. പോരാത്തതിന് ലൈനിങ്ങും തന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു വി ഷേപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കോളർ നെക്ക് പോലത്തെ ഒരു പതിഞ്ഞ് കിടക്കുന്ന ഒരു കോളർ ഉണ്ടല്ലോ, ആ ടൈപ്പ് കോളറാണ് തന്നിരിക്കുന്നത്. ടോക്കിയോ ടോക്കീസ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇതാ കണ്ടോ, ടോക്കിയോ ടോക്കീസ് എന്നുള്ള ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകളൊക്കെ നല്ലതാണ് കേട്ടോ. ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. പിന്നെ വേസ്റ്റിൽ ഇതുപോലെ എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, എൻ്റെ സൈസ് ഇതിൽ മീഡിയമാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് ഇതുപോലെ 3 ലെയറാണ് വന്നിരിക്കുന്നത്. 1 2 3 ഇങ്ങനെ ചുരുക്കമൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ് ഈ ഡ്രസ്സിന്. അപ്പോൾ ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്രിൻ്റ് കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. നല്ല ഗ്രീൻ കളറാണിത്. അപ്പോൾ നമുക്ക് ഇട്ട് കാണാം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഡ്രസ്സിൽ നല്ല ലൈനിങ് തന്നിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയത് അതാണ്. അപ്പോൾ ലൈനിങ് ഉണ്ട് കേട്ടോ, ലൈനിങ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല മെറ്റീരിയലാണ്. കണ്ടോ, നല്ല കണ്ടാൽ തന്നെ അറിയാം ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. പോരാത്തതിന് ലൈനിങ് തന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന യെല്ലോ. ഏത് കടയിൽ പോയാലും യെല്ലോ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും ഞാൻ ആദ്യം വാങ്ങിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എൻ്റെ കയ്യിലുള്ള യെല്ലോ ഡ്രസ്സുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. യെല്ലോ മൈ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു യെല്ലോ ഡ്രസ്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ആ ഡ്രസ്സ്. അപ്പോൾ ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ, ടോക്കിയോ ടോക്കീസ്. പിന്നെ ഇതും സെയിം മെറ്റീരിയലാണ്. എല്ലാ മെറ്റീരിയലും സെയിം ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പോരാത്തതിന് ഇതിനും ലൈനിങ് തന്നിട്ടുണ്ട്. നെക്ക് കണ്ടോ, നെക്കൊക്കെ സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ സ്ലീവ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, എന്ത് രസമാണ് ഈ സ്ലീവ് കാണാൻ. അപ്പോൾ ഇതാണ് സ്ലീവ്സ്. ഇനി നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് കണ്ടോ.
പ്രിൻ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിലും വേസ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇലാസ്റ്റിക് കൂടാതെ ഇതേ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ബെൽറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഫുൾ ലെങ്ത് അല്ല, മുട്ടിന് കുറച്ച് താഴെ വരുന്ന രീതിയിലുള്ള അത്രയും ലെങ്ത്തേ ഉള്ളൂ. പിന്നെ താഴെ ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുണ്ട്, കണ്ടോ. ലൈനിങ് വന്നിട്ടുണ്ട്. ലൈനിങ് നമുക്ക് എല്ലാ ഡ്രസ്സിലും ലൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് ഉണ്ട്, കണ്ടോ. നല്ല മെറ്റീരിയൽ കൊണ്ട് ലൈനിങ്ങാണ്. എല്ലാ ഡ്രസ്സിനും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ലൈനിങ്ങാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. മീഡിയം സൈസാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പറാണ്. ബ്രാൻഡിൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും എല്ലാ എന്താ പറയുക യൂട്യൂബേഴ്സും വാങ്ങി ട്രയൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണത്. മിന്ത്ര മാക്സി ഡ്രസ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഉള്ള ഒരു ഡ്രസ്സാണിത്. ഇതിൻ്റെ 2-3 തരം കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക്. വൈറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് എനിക്ക് കിട്ടി. വൈറ്റ് എനിക്ക് അപ്പോൾ ഞാൻ എന്തോ അറിഞ്ഞൂടാ, ഞാൻ ഈ കളറാണ് വാങ്ങിയത്. പക്ഷേ ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. എന്തൊക്കെയാണ് പറയണത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഈ കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഇതും മീഡിയം സൈസാണ്. പോരാത്തിന് സെയിം ബ്രാൻഡാണ്. ലൈനിങ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിലൊരു കെട്ടൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ, കണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ എന്താണ് പറയുക, ഇങ്ങനെ ഒരു കുഞ്ചലം പോലൊരു സംഭവമൊക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് ഇലാസ്റ്റിക് ഉണ്ട്. വേസ്റ്റ് ഭാഗത്തായിട്ട് നല്ല ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ മീഡിയം സൈസ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 2 ലെയറാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത് ഡ്രസ്സാണ്. ഇതിൻ്റെ കളർ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ്, എന്ത് രസമാണ് ഈ പ്രിൻറ്റ് കാണാൻ. എല്ലാ പ്രിൻറ്റും നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് ഓരോന്ന് കാണുമ്പോഴും അത് കൂടുതൽ ഭംഗിയാണെന്ന് തോന്നും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നല്ല രസമാണ് കേട്ടോ. അത് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് ആണെങ്കിലും ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് വരുമ്പോഴല്ലോ ഇങ്ങനെ ഇലാസ്റ്റിക് അല്ല, ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അത്. 4ഉം സൂപ്പറാണ്. നിങ്ങളൊന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെല്ലാം എനിക്ക് 1000-ന്റെ താഴെയാണ് കേട്ടോ കിട്ടിയത്. പക്ഷേ ഇപ്പം വില വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കുറ്റം പറയല്ലേ. ഇവർ വില മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതും വില, ശരിക്കുള്ള വില കൂടുതലാണ് കേട്ടോ. ശരിക്കുള്ള വിലയൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത് 1849 രൂപ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പകുതിയിലും കുറവ് വിലയ്ക്കാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ കിട്ടുമ്പോൾ എന്തായാലും ഒരു 1000 രൂപ താഴെ എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. 700-800 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ വർത്താണ്. നിങ്ങൾ എത്ര വർഷത്താലും ഈ ഡ്രസ്സിൻ്റെ കളറും പോകാൻ പോകുന്നില്ല, കേടുവരാനും പോകുന്നില്ല, ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഇട്ട് കണ്ടിട്ട് വരാം. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ച് പറയണം. എനിക്ക് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും റീഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും കാര്യമാകണ്ട. ഓക്കെ, അപ്പോൾ അതാണ്.
ഇനി നമ്മുടെ 4th ആൻഡ് ലാസ്റ്റ് ഡ്രസ്സ്. ഇനി ഞാൻ ചെയ്ത മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഈ 4 വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു അറിയോ, ഇത് കാട്ടിലിട്ട് വെച്ച സമയത്ത് അത് മീഡിയം സൈസ് അവൈലബിൾ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സംഭവം മറന്നുകൊണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സ്മോൾ സൈസ് കാട്ടിലിട്ട് വെച്ചു. പിന്നീട് വാങ്ങാൻ നേരത്തെ എന്ത് ചെയ്തു, ഞാൻ ചെക്ക് ചെയ്തില്ല അത് മീഡിയം ആണ് എടുത്തിരിക്കുന്നത് സ്മോൾ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ സ്മോൾ തന്നെ വാങ്ങിച്ചു. പിന്നെ നാട്ടിൽ പോകാൻ നേരത്ത് കുറച്ച് ദിവസം തിരിച്ചു വരുന്നതിന് കുറച്ച് ദിവസം മുന്നെയാണ് സംഭവം ഡെലിവറി ചെയ്തത്. പിന്നെ എനിക്കിത് മാറ്റാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്മോൾ സൈസ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കയറുന്നതേ ഇല്ല. പിന്നെ ഞാൻ അതന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു മസ്കറ്റിലേക്ക്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിനെ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കൈ മാത്രമല്ല, കൈ ടൈറ്റാണ്, ഷോൾഡർ ഇത്രയേ ഉള്ളൂ, ഷോൾഡറെല്ലാം ചെറുതായിപ്പോയി. പിന്നെ ബോഡി പിന്നെ പറയാനുമില്ലല്ലോ. അപ്പോൾ ബോഡി മാത്രമാണ് നമുക്ക് ലൂസാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് മൊത്തം എല്ലാം പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഡ്രസ്സായ കാരണം ഞാനതിനെ ഫുള്ളിരുന്ന് അഴിച്ച് എന്തൊക്കെയോ ഞാൻ ചെയ്തു അതിനെ ഒന്ന് പാകത്തിനാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടിടാം. നിങ്ങൾക്ക് സ്മോൾ സൈസ്, നിങ്ങൾക്ക് ഒട്ടും പാകമില്ലാത്തൊരു സൈസ് ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് പാകമാക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ എടുക്കാം. ആ രീതിയിൽ പണി ചെയ്തിട്ടുണ്ട് ഞാനിതിൽ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ കോലം ഉണ്ടല്ലോ, ഇതൊന്നും അല്ല ഇതിൻ്റെ ശരിക്കുള്ള ലുക്ക് കേട്ടോ. ശരിക്കുള്ള ലുക്ക് നിങ്ങൾ മിന്ത്രയിൽ തന്നെ പോയി നോക്കണം. അപ്പോൾ ഇതാണ് ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മിന്ത്രയിൽ ടോക്കിയോ ടോക്കീസിൻ്റെ ഡ്രസ്സസിൽ ട്രെൻഡിങ്ങിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 വരുന്ന ഡ്രസ്സ് ഇതായിരിക്കും എന്തായാലും. എല്ലാവരും വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സാണ്, എല്ലാ യൂട്യൂബേഴ്സും വാങ്ങി ട്രയൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങി നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയൊന്നല്ല, ശരിക്കും ഇതിൻ്റെ നെക്ക് വരുന്നത് ബോട്ട് നെക്കാണ്, നല്ല ഭംഗിയുള്ളൊരു നെക്കാണ്. ഇതും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാനിതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ പുതിയ ഡിസൈൻ, എൻ്റെ വക ഡിസൈനാണ്. കണ്ടോ, ഫ്രണ്ടൊക്കെ ഞാനിത് എങ്ങനെയൊക്കെ ആക്കി, ബാക്കൊക്കെ അത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഭയങ്കര പിന്നെ സൈഡൊക്കെ മൊത്തം അഴിച്ചിട്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് തുണി വെച്ചിട്ട് എക്സ്ട്രാ ഒക്കെ അടിച്ചൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഈ വക ഓപ്പറേഷൻസ് ചെയ്തതൊന്നും മനസ്സിലാവില്ല. അതാണൊരു ഭാഗ്യം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. ബെൽറ്റ് എവിടെ? ബെൽറ്റ് കാണാനില്ലല്ലോ. ബെൽറ്റ് ഉണ്ട്. ഇതാ ഇങ്ങനൊരു ബെൽറ്റ് തന്നിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ വിശദമായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ്. സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിച്ചത്. സ്മോൾ സൈസ് വാങ്ങിക്കരുത്. എൻ്റെ സൈസൊക്കെ ആണെങ്കിൽ മീഡിയം ലാർജൊക്കെ വാങ്ങിച്ചോളൂ. പിന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. പിന്നെ ബെൽറ്റ് വരുന്നുണ്ട്. ഇവിടെ വേസ്റ്റിൽ എലാസ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ. ഇത് ബോഡി ഷേപ്പ് തന്നെയാണ് വരുന്നത്, കണ്ടോ. പിന്നെ ഫുൾ ഫ്ലേഡാണ് ഈ ഡ്രസ്സ്. എന്ത് രസമുള്ള പ്രിൻ്റാണെന്നറിയോ, ഭയങ്കര ഭംഗിയാണ് ഈ പ്രിൻ്റ് കാണാൻ. പിന്നെ ഫുൾ ഫ്ലേഡാണ്. ഇത്രയും നല്ലൊരു ഡ്രസ്സ് ഞാൻ ഇങ്ങനെ വാങ്ങി അബദ്ധം കാണിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഇടാമെന്നുള്ളൊരു രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളത് കേട്ടോ. മറ്റേ ഡ്രസ്സുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെ കൂടി നല്ല ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ലൈനിങ് ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു. നല്ല തിക്കാണ്, ഫുൾ ലെങ്ത്താണ്, ഫുൾ ഫ്ലേഡാണ്. കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഡ്രസ്സും കൂടി ഇട്ട് കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക്.